ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് ഷർട്ട് ഹാമ്പർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വാച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിയർ ബൈ ഷോപ്പിൽ നിന്നാണ് മേടിക്കുക. അപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്തത് ഒരു ഷർട്ട്, വാലറ്റ്, പെർഫ്യൂം, ചോക്ലേറ്റ് വെച്ചിട്ടൊരു ഷർട്ട് ബോക്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ A3 സൈസിൻ്റെ ഫോം ബോർഡാണ് യൂസ് ചെയ്യുന്നത്, 5 mm. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഷർട്ട് പിന്നെ അതുപോലെ എല്ലാ സാധനവും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടാണ് ബോക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സാധനം വെച്ച് നോക്കിയിട്ട് അതിന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഫോം ബോർഡ് കട്ട് ചെയ്ത മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, കാരണം ഓരോ സാധനം വെച്ച് നോക്കിയിട്ട് തന്നെ മെഷർ ചെയ്തുകൊണ്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതുപോലെ സൈഡിൽ വെക്കുന്ന ഫോം ബോർഡ് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് അത് മെഷർ ചെയ്തിട്ട് പിന്നെ സാധനങ്ങൾക്ക് മാറ്റിയിട്ട് സ്കെയിലും പിന്നെ ഇതുപോലെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ നൈഫ് കട്ടർ എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ അടുത്തും മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട സാധനമാണ്. ഇതായിട്ട് ഫോം ബോർഡ് പിന്നെ അതുപോലെ കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, പക്ഷേ ഒരു പെർഫെക്റ്റ്നെസ് ഉണ്ടാവില്ല. ഇതിന് ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ, 40 or 50 ഒക്കെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇത് കട്ട് ചെയ്യുമ്പം താഴെയായിട്ട് എന്തെങ്കിലും വുഡനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വെക്കുക. പിന്നെ ഇതുപോലെ ഷർട്ട് ബോക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 5 mm തന്നെ ഫോം ബോർഡ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ 5 mm ഫോം ബോർഡ് വന്നിട്ട് 80 rupees എനിക്ക് വന്നത്. ചില ഷോപ്പിൽ 100 ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഏതാണ് ലാഭം നോക്കിയിട്ട് മേടിക്കുക. പിന്നെ വീഡിയോ കുറച്ച് സ്പീഡിലാക്കിയിട്ടുണ്ട്, എല്ലതും ഇങ്ങനെ കട്ട് ചെയ്യുന്നതും എല്ലാം ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്ക് തന്നെയാണ്, അപ്പോൾ സൂക്ഷിച്ച് നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ എഡ്ജസൊക്കെ നല്ല ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്താ ബേസും ടോപ്പും 2 സൈഡത്തെ പോർഷൻസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 2 പോർഷൻസ് കൂടെ കട്ട് ചെയ്യാണ്ട് ബേസിൻ്റെ മെഷർ അനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത്. എനിക്കിത് ഈ ഒരു സ്കെയിലിൻ്റെ ഒരു മെഷറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെഷർ അനുസരിച്ച് 2 പോർഷൻസ് കട്ട് ചെയ്യാണ്. പിന്നെ ഷർട്ട് ബോക്സിൻ്റെ ഹൈറ്റ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും. ഞാൻ ഷർട്ട് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഹൈറ്റ് മെഷർ ചെയ്തിട്ട് ആ ഒരു അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഷർട്ടിൻ്റെ കൂടെ പാൻസും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും വെച്ച് നോക്കിയിട്ട് ആ ഒരു ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ബോക്സിൻ്റെ ഹൈറ്റും കൂട്ടി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് 2 പോർഷൻസ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ മെഷർ ചെയ്തിട്ടായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ ആ ഒരു പോർഷൻ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി ബ്ലേഡ് കട്ടർ യൂസ് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് തെന്നിയാൽ കൈമക്കോ അല്ലെങ്കിൽ വേഗം സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ താഴെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ താഴെ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. വുഡൺ ഐറ്റോ അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക് ഐറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയിൽ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ബാക്കി 2 പോർഷൻസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് പോർഷൻസൊക്കെ ഗം ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ജസ്റ്റ് ഒന്നുകൂടെ വെച്ച് നോക്കാം, കറക്റ്റല്ലേ, മെഷർ ചെയ്തൊക്കെ കറക്റ്റല്ലേ, കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് ഗം ചെയ്യാം. ഞാൻ ഷർട്ട് ഇതുപോലെ റിബൺ വെച്ചിട്ട് ടൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വാലറ്റും പെർഫ്യൂമും ചോക്ലേറ്റും എല്ലതും ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ റിബൺ വെച്ചിട്ട് ടൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണി ഗം ചെയ്യാണ്. ഞാൻ ഇതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് ഗം ചെയ്യുന്നത്. ഇതുപോലത്തെ ചെറിയൊരു ബോട്ടിലിന് 85 rupees വരുന്നത്. അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ കൈമേൽ കഴിക്കണമെങ്കിൽ അത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇത് യൂസ് ചെയ്യുമ്പോഴും താഴെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ നോക്കുക, കാരണം അതെല്ലായിടത്തും അയക്കണമെങ്കിൽ പോകാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് അതിൻ്റെ കോർണർ ജസ്റ്റ് ഗം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ എല്ലാ സൈഡും ഗം ചെയ്യുന്നതേക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നിയപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 സൈഡും ചെരിയാതെ
നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. കാരണം അതിൻ്റെ മെഷർമെൻറ്റ് തെറ്റും, പിന്നെയും കട്ട് ചെയ്തിട്ട് പിന്നെയും വെക്കേണ്ടി വരും. അത് ഗമ്മ ചെയ്യുമ്പോൾ തന്നെ എല്ലതും സ്ട്രൈറ്റ് അല്ല, എല്ലതും ശരിയല്ല, സൈഡിൽ വെച്ചതൊക്കെ ശരിയല്ല എന്ന് ജസ്റ്റ് നോക്കണം. കാരണം അത് ഗമ്മ ചെയ്ത ശേഷം പിന്നെ അത് പറിച്ചെടുക്കുമ്പം അത് ബോറായിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ 4 കോർണറും ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗമ്മ ചെയ്ത ശേഷം ബാക്കി ഫുൾ സൈഡും ഗമ്മ ചെയ്തത്. പിന്നെ ടോപ്പ് എപ്പോഴും ബേസിനെക്കാട്ടിലും 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കണം. അതായിരിക്കും കുറച്ച് കാണാനൊരു നീറ്റ് ഉണ്ടാവുക. ബോക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ലിഡും കൂടെ സെറ്റാക്കിയാൽ മതി. ഷർട്ട് വെച്ച ശേഷം ഫോം ബോർഡിൻ്റെ ചെറിയൊരു പീസ് അതിൻ്റെ സൈഡിലായിട്ട് സെൻറ്ററിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ ഒന്നായിട്ട് മിക്സ് ആവില്ല, അതുപോലെ തന്നെ ഒരു നീറ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളെല്ലതും ഒരേ ഹൈറ്റ്, ഒരേ ലെവലിലായിരിക്കണം. ഷർട്ടിൻ്റെ താഴെ ഒന്നും വെച്ചിട്ടില്ല, ബാക്കിയുള്ളതിൻ്റെ താഴെ ഒരു തെർമോക്കോൾ വെച്ചിരുന്നു. പിന്നെ ചോക്ലേറ്റ് കുറച്ചുകൂടെ ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് ഒരു തെർമോക്കോൾ കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഫോം ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ലിഡ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ലിഡ് 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കണം എന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ലിഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതൊക്കെ വലിയൊരു സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ആ നേരത്തെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒട്ടിച്ചായിരുന്നു. പിന്നെ ആ ബോക്സ് തിരിച്ചപ്പോത്തിന് ഒന്നായിട്ട് ഇളകി പോരുന്നുണ്ട്. അതുകൊണ്ട് മറ്റേ ടാപ്പ് തന്നെ കിട്ടിയ ശേഷം പിന്നെ അറ്റാച്ച് ചെയ്യാണ് ചെയ്തത്. പിന്നെ ടാപ്പ് ഒട്ടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടിക്കാൻ നോക്കുക. പിന്നെ അത് എടുത്ത് പിന്നെ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ പശ ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. ചെറിയ ടാപ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ ഇതേപോലത്തെ വലിയ ടാപ്പ് യൂസ് ചെയ്യുന്നതാണ്. വലിയ ടാപ്പ് ആയതുകൊണ്ട് നന്നായിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കും. ഒരു സൈഡിൽ തന്നെ ടാപ്പ് ചെയ്താൽ മതി, 2 സൈഡിൽ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബ്രൗൺ ടാപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുമ്പോൾ അതുകൂടെ ജസ്റ്റ് കവർ ചെയ്താൽ മതി. ഈ ലിഡ് കവർ ചെയ്യുന്നത് ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടാണ്. അതൊരു ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള ഗിഫ്റ്റ് പേപ്പറാണ്. പിന്നെ ഇതുപോലെ ഷോപ്പിൽ നിന്ന് പാറ്റേൺ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തിട്ട് അത് ഡൗൺലോഡാക്കി പ്രിൻ്റ് എടുത്തിട്ട് 2 GSMൽ പ്രിൻ്റ് എടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഫെവിക്കോളാണ്. പിന്നെ ഇതുപോലെ ഫോം ബോർഡിൻ്റെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക്. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഗം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഇതുപോലെ എല്ലാത്തിൻ്റെയും താഴെയായിട്ട് ഡബിൾ ടാപ്പ് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കൊറിയർ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരിടത്ത് എത്തുമ്പോഴത്തേനും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. നിങ്ങൾ കൊറിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. പിന്നെ ബോക്സിൻ്റെ ഓപ്പണിങ്ങിൽ 2 റിബണ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ഒന്നായിട്ട് റിബൺ വെച്ച് ടൈ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ സൈഡിൽ മാത്രം ടൈ ആക്കിയാൽ മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ റിബൺ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആദ്യം റിബണ് അറ്റാച്ച് ചെയ്യാം, എന്നിട്ട് ടോപ്പ് കവർ ചെയ്താൽ മതി. അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഞാൻ ഫസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഫസ്റ്റ് അറ്റാച്ച് ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്ട് അതിൽ റിബൺ വെച്ചുകൊണ്ട് ഫെവിക്വിക്ക് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ അതിന് താഴെ റിബൺ വെക്കുമ്പം രണ്ടും മേലെ വെച്ച റിബണും താഴെയുള്ള റിബണും രണ്ടും ഒരേ ലെവലിൽ ആണോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ആ റിബണിൻ്റെ തന്നെ സൈഡ് രണ്ടും കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ പോർഷന് ജസ്റ്റ് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ടും ഒട്ടിക്കുക.
ഞാനിപ്പം തിന്നായിട്ട് എൻ്റെ അടുത്ത് ഡബിൾ ടാപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ വിഷസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ 3GSMൽ പ്രിൻ്റ് എടുത്തതാണ്. ഫെവിക്കോൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ബോക്സ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇൻസ്റ്റ ID കൊടുക്കാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.